വധശിക്ഷയ്ക്ക് ഇനി 2 നാൾ. കാന്തപുരത്തിന്റെ ഇടപെടൽ ഫലം കാണുമോ? യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുവാൻ ഇനി വെറും 2 നാളുകൾ മാത്രം. നിമിഷയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പിലാക്കുവാനുള്ള ഉത്തരവ് യമൻ സെൻട്രൽ ജയിൽ അധികൃതർക്കും വധശിക്ഷ നടപ്പാക്കും എന്ന അറിയിപ്പ് ഇന്ത്യൻ എംബസിക്കും കഴിഞ്ഞയാഴ്ച ലഭിച്ചിരുന്നു. ഒരു വിദേശ പൗരനെ അമിതമായ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്ന് മൃഗീയമായി ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച കേസിൽ തെളിവുകളോടെ പിടിക്കപ്പെട്ട ഒരു പ്രതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അറിയിച്ചു. മത സാമൂഹിക നേതാക്കൾ വഴി അനൗദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കുന്ന വിവരം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ഇന്ന് അറിയിച്ചു. നയതന്ത്ര ഇടപെടൽ അംഗീകരിക്കപ്പെടാത്തതിനാൽ സ്വകാര്യ തലത്തിൽ ചർച്ചകൾ നടത്തുവാനാണ് ശ്രമിക്കുന്നത്. മോചനത്തിനു വേണ്ടി പരമാവധി ശ്രമിക്കും. അതിനായുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ടെന്നും AG സുപ്രീം കോടതിയെ ഇന്ന് അറിയിച്ചു. വധശിക്ഷ ഒഴിവാക്കുവാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സനായിലുള്ള കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കുവാനുള്ള ഏക മാർഗമെന്നും അതിനായി അവർ ആവശ്യപ്പെടുന്ന ബ്ലഡ് മണി നൽകുവാൻ മധ്യസ്ഥ ചർച്ചകൾ വഹിക്കുന്നവർ തയ്യാറാണ് എന്നാണ് ലഭ്യമായ വിവരം. പക്ഷേ ഇതുവരെ അവസാന പിടിവള്ളിയായ ബ്ലഡ് മണി വിഷയത്തിലും ഒരു തീരുമാനം ആയിട്ടില്ല. യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലുള്ള സെൻട്രൽ ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ കഴിയുന്നത്. യമനിൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നതിനാൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഫലപ്രദമാകാത്ത സാഹചര്യമായതിനാൽ യമനിൽ സ്വാധീനമുള്ള ആളുകൾ വഴിയാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലെ ഷെയ്ഖിന്റെ സേവനം ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. നോർത്ത് യമനിലാണ് ചർച്ചകൾ നടക്കുന്നത്. ദയാദനത്തിന് പകരമായി മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുവാൻ നടത്തുന്ന ഊർജിത ശ്രമങ്ങളുടെ ഭാഗമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി അടുത്ത ബന്ധമുള്ള യമനി പൗരൻ വഴിയും ചർച്ച നടത്തുന്നുണ്ട്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായാണ് ചർച്ച നടത്തുന്നത്. നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, തലാലിന്റെ സഹോദരൻ, ഗോത്രത്തലവന്മാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്നാണ് ചർച്ചയിലെ പ്രധാന നിർദ്ദേശം. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. വധശിക്ഷ നടപ്പിലാക്കുവാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ നിർണായക നീക്കങ്ങൾ നടക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുവാൻ കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വധശിക്ഷ ഒഴിവാക്കുവാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദയാദനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടുവാൻ പരിമിതിയുണ്ടെന്നും AG സുപ്രീം കോടതിയെ ഇന്നറിയിച്ചു. വധശിക്ഷ നടപ്പിലായാൽ സങ്കടകരമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കേന്ദ്രത്തിന് കോടതി നിർദ്ദേശം നൽകി. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഇനി അഭിഭാഷകന്റെ പ്രതികരണം കാണാം. കേന്ദ്ര സർക്കാർ തന്നെ 16-ാം തീയതി എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റണം എന്ന് യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ, വിവിധ തലങ്ങളിലുള്ള നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പരിമിതിയുണ്ട്. നിലവിൽ യമനിലെ ഭരണകൂടം ആ ഭരണകൂടത്തെ റെക്കഗ്നൈസ് ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇന്ത്യൻ എംബസി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അറ്റോർണി ജനറൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പോസിറ്റീവായി ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയ്ക്ക് കേസ് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. 2017 ജൂലൈ 25 യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുവാൻ പങ്കാളിയായി കൂടിയ യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ ഉൾപ്പെടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷ കോടതിയിൽ പറഞ്ഞത്. തലാലിന് അമിത ഡോസിൽ കെറ്റമിൻ കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടുനുറുക്കി ഒളിപ്പിച്ചു. രാജ്യം വിടുവാനുള്ള ശ്രമത്തിനിടെ രാജ്യാതിർത്തിയിൽ നിന്നാണ് നിമിഷപ്രിയ പിടിയിലായത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.